ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിലെ ചില ചോദ്യങ്ങളോ അവയുടെ ഉത്തരങ്ങളോ ആണ് നോക്കാൻ പോകുന്നത്. ചോദ്യോത്തരം എന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ടുപോകുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കളായത് ആരാണ്? 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കളായത് റിയൽ മാഡ്രിഡ് FC ആണ്. റിയൽ മാഡ്രിഡ് FC. മാഡ്രിഡ് എന്നതൊരു സ്പെയിൻ ആസ്ഥാനമായിട്ടുള്ളൊരു ഫുട്ബോൾ ക്ലബ്ബാണ്. അപ്പോൾ അവരാണ് 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കളായിട്ടുള്ളത്. അടുത്ത ചോദ്യം, 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ വേദി എവിടെയാണ്? 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ വേദി അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലുള്ള ഗോൾഡൻ ജൂബിലി ഓഡിറ്റോറിയം, അവിടെയാണ് 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൻ്റെ വേദി വരുന്നത്. അടുത്തത്, 2023 BCCI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് ശുഭ്മാൻ ഗില്ലാണ്. ശുഭ്മാൻ ഗിൽ 2023 BCCI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് ശുഭ്മാൻ ഗില്ലാണ്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വരുന്നത് ബാംഗ്ലൂരിലാണ്. നിലവിൽ വന്നത് ബാംഗ്ലൂരിലാണ്. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്നത് ബാംഗ്ലൂരിലാണ്. ക്യാൻസർ രോഗ പരിചരണത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സുപ്രധാന നീക്കമായിട്ടാണ് അപ്പോളോ ക്യാൻസർ സെൻറ്റർ ഈ ഒരു AI അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ കൊണ്ടുവരുന്നത്. AI അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ബാംഗ്ലൂരിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കളായത് റിയൽ മാഡ്രിഡ് FC ആണ്. റിയൽ മാഡ്രിഡ് FC. അതുപോലെ 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ വേദി അരുണാചൽ പ്രദേശാണ്. 2023 BCCI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് ശുഭ്മാൻ ഗില്ലാണ്. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്നത് ബാംഗ്ലൂരാണ്. ഈ ചോദ്യങ്ങളൊന്ന് നമുക്ക് റിവൈസ് ചെയ്ത് നോക്കിയാലോ? ഒന്ന് പറയാൻ ശ്രമിക്കുക കേട്ടോ. ആൻസർ നമ്മുടെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. 2023-24 സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കളായത് ആരാണ്? ജേതാക്കൾ റിയൽ മാഡ്രിഡ് FC ആണ്. റിയൽ മാഡ്രിഡ് FC ആണ്. ഇനി 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ വേദി എവിടെയായിരുന്നു? ഇറ്റാനഗർ, അരുണാചൽ പ്രദേശ്. ഓക്കെ, 2023 BCCI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അത് ശുഭ്മാൻ ഗില്ലാണ്. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വരുന്നത് അപ്പോളോ ഹോസ്പിറ്റലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോളോ ക്യാൻസർ സെൻറ്റർ ആണ്. എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂർ. ഓക്കെ, അടുത്ത സെറ്റ് ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത സെറ്റ്, ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ്ങിൽ 2024 പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം ഏതാണ്? ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ്ങിൽ 2024 പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക. അമേരിക്ക. ഇന്ത്യയിൽ ഈ ഒരു പവർ റാങ്കിങ്ങിൽ 4ാം സ്ഥാനമാണ് കേട്ടോ ഉള്ളത്. ഇന്ത്യയിൽ 4ാം സ്ഥാനം. ഇന്ത്യക്ക് 4ാം സ്ഥാനമാണുള്ളത്. ഈ ഒരു റാങ്കിങ്ങിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ് 2024 പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക. ഇനി ആയുഷ് ദീക്ഷ സെൻറ്ററിന് തറക്കല്ലിട്ടത് ഭുവനേശ്വറിലാണ്. ഭുവനേശ്വർ. ആയുഷ് ദീക്ഷ സെൻറ്ററിന് തറക്കല്ലിട്ടത് ഭുവനേശ്വറിലാണ്. ആയുർവേദ പ്രൊഫഷനുകളെ പ്രാഥമികമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ആയുഷിലെ മാനവ വിഭവശേഷിയുടെ പുരോഗതിയുടെ കേന്ദ്രമായിട്ടാണ് ഈ ആയുഷ് ദീക്ഷ വരുന്നത്. ആയുഷ് ദീക്ഷ തുടക്കം കുറിച്ചിരിക്കുന്നത് ഭുവനേശ്വറിലാണ്. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. അടുത്തത്, ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 ഭാഗ്യ ചിഹ്നം എന്താണ്? ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 ഭാഗ്യ ചിഹ്നം ഷീൻ ഇ ഷീ എന്ന സ്നോ ലെപ്പേർഡാണ്. ഷീൻ ഇ ഷീ എന്ന സ്നോ ലെപ്പേർഡാണ് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 ഭാഗ്യ ചിഹ്നം.
ഈ സെറ്റിലെ അവസാനത്തെ ചോദ്യം, സഡക് സുരക്ഷാ സേന രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ്? സഡക് സുരക്ഷാ ഫോഴ്സ് എന്നത് രൂപീകരിക്കുന്നത് പഞ്ചാബിലാണ്. പഞ്ചാബിൽ റോഡ് അപകടങ്ങളിലുള്ള ജീവനും സ്വത്തുക്കൾക്കും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചാബ് സർക്കാർ ഈ ഒരു സഡക് സുരക്ഷാ ഫോഴ്സ് രൂപീകരിക്കുന്നത്. ഓക്കെ, സഡക് സുരക്ഷാ സേന രൂപീകരിക്കുന്നത് എവിടെയാണ്? പഞ്ചാബിൽ. അപ്പം നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഒന്നാമത് നമ്മൾ പറഞ്ഞു, ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ് 2024 പ്രകാരം ഏറ്റവും ശക്തമായിട്ടുള്ള സൈന്യമുള്ള രാജ്യം ഏതാണ്? അത് അമേരിക്കയാണ്. അമേരിക്ക. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ എത്രയാണ് പറഞ്ഞേ? ഇന്ത്യയുടെ സ്ഥാനം 4-മതാണ്. 4-മത്. ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ് 2024 പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയാണ്. ഇന്ത്യക്ക് ആ ഒരു റാങ്കിങ്ങിൽ 4-ാം സ്ഥാനമാണ് ഉള്ളത്. അടുത്തത്, ആയുഷ് ദീക്ഷ സെൻറ്ററിന് തറക്കല്ലിട്ടത് ഭുവനേശ്വറിലാണ്. ആയുഷ് ദീക്ഷ സെൻറ്ററിന് തറക്കല്ലിട്ടത് എവിടെയാണ്? ഭുവനേശ്വർ, ഒഡീഷ. ഇനി ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 ഭാഗ്യ ചിഹ്നം എന്താണ്? ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ 2024 ഭാഗ്യ ചിഹ്നം ഷീൻ ഇ ഷി. അതെന്താണെന്ന് ഓർമ്മയുണ്ടോ? അതൊരു സ്നോ ലെപ്പേർഡാണ്. ഷീൻ ഇ ഷി എന്ന സ്നോ ലെപ്പേർഡ്. ലാസ്റ്റ് ചോദ്യം, സഡക് സുരക്ഷാ സേന രൂപീകരിക്കുന്ന സംസ്ഥാനം. സഡക് സുരക്ഷാ സേന രൂപീകരിക്കുന്ന സംസ്ഥാനം നമ്മൾ പറഞ്ഞു പഞ്ചാബാണ് അല്ലേ? ഓക്കെ, അടുത്ത സെറ്റ് നോക്കാം. റഷ്യൻ സായുധ സേനയെ അപകീർത്തിപ്പെടുത്തിയെന്ന കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ ആരാണ്? ഒലേഗ് ഓർലോവ് ആണ്. ഒലേഗ് ഓർലോവ്. റഷ്യൻ സായുധ സേനയെ അപകീർത്തിപ്പെടുത്തിയെന്ന കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഒലേഗ് ഓർലോവ്. ഒരു റഷ്യൻ മനുഷ്യാവകാശ പ്രവർത്തകനാണ് കേട്ടോ ഈ ഒലേഗ് പെട്രോവിച്ച് ഓർലോവ് എന്ന അദ്ദേഹം. റഷ്യൻ സായുധ സേനയെ അപകീർത്തിപ്പെടുത്തിയെന്ന കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിച്ച റഷ്യൻ മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഒലേഗ് പെട്രോവിച്ച് ഓർലോവ്. അടുത്തത്, ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിതമാകുന്നത് ഉജ്ജയിനിലാണ്. ഉജ്ജയിൻ. ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥാപിതമാകുന്നത് ഉജ്ജയിനിലാണ്. ഇത് ഭാരതീയ പഞ്ചാംഗമനുസരിച്ച് സമയം പ്രദർശിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരമാണ്. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ സ്ഥാപിതമാകുന്ന ലോകത്തിലെ ആദ്യ വേദഘടികാരം. ഓക്കെ, അടുത്തത്, കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പാണ് പോക്കറ്റ് മാർട്ട്. പോക്കറ്റ് മാർട്ട് കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പിൻ്റെ പേരാണ് പോക്കറ്റ് മാർട്ട് എന്നുള്ളത്. ഒറ്റ ക്ലിക്കിൽ ഉച്ചഭക്ഷണം അരികിലെത്തുന്ന കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ്. ഈ ഒരു ആശയത്തിൽ നിന്നാണ്, ഒറ്റ ക്ലിക്കിൽ ഉച്ചഭക്ഷണം അരികിലെത്തും എന്നൊരാശയത്തിൽ നിന്നാണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് വന്നിട്ട് ഈ ഒരു ആപ്പ് പ്രവർത്തിക്കുന്നത്. പോക്കറ്റ് മാർട്ട് എന്നൊരു ആപ്പ് വഴിയാണ് കുടുംബശ്രീയിൽ നിന്നും ഉച്ചഭക്ഷണം നമ്മുടെ അരികിൽ എത്തുന്നത്. ഓക്കെ, അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ജസീന്ത കല്യാണാണ്. ജസീന്ത കല്യാൺ. BBC-യുടെ പുതിയ ചെയർമാൻ സമീർ ഷായാണ്. ഡോക്ടർ സമീർ ഷായാണ് BBC-യുടെ പുതിയ ചെയർമാൻ. നമ്മൾ പറഞ്ഞു, റഷ്യൻ സായുധ സേനയെ അപകീർത്തിപ്പെടുത്തി എന്ന കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തകനാണ് ആരായിരുന്നു? ഒലേഗ് ഓർലോവ്. അടുത്തത്, ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം വരുന്നത് ഉജ്ജയിനിലാണ്. മധ്യപ്രദേശ്. കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പാണ് പോക്കറ്റ് മാർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്ററാണ് ജസീന്ത കല്യാൺ. BBC-യുടെ പുതിയ ചെയർമാനാണ് സമീർ ഷാ. നമുക്കിതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. റഷ്യൻ സായുധ സേനയെ അപകീർത്തിപ്പെടുത്തിയെന്ന കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തകനാണ് ആരാണ്? ഒലേഗ് ഓർലോവ് എന്ന റഷ്യൻ മനുഷ്യാവകാശ പ്രവർത്തകൻ. അടുത്തത്, ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിതമാകുന്നത് മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ്. ഉജ്ജയിൻ. ഇനി കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പ് എന്തായിരുന്നു?
ഒറ്റ ക്ലിക്കിൽ ഭക്ഷണം അരികിലെത്തുമെന്ന ഐഡിയയുമായി മുന്നോട്ട് വന്ന ഈ ഒരു പദ്ധതിയിൽ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിനായിട്ടുള്ള ആപ്പാണ് പോക്കറ്റ് മാർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്ററാണ്. ആരായിരുന്നു ഇന്ത്യയിലെ ആദ്യ വനിതാ പിച്ച് ക്യൂറേറ്റർ? ജസീന്ത കല്യാൺ. BBC-യുടെ പുതിയ ചെയർമാൻ സമീർ ഷാ. BBC-യുടെ പുതിയ ചെയർമാനാണ് ഡോക്ടർ സമീർ ഷാ. അങ്ങനെ നമ്മൾ മെമ്മറിയിൽ നിന്ന് റീകളക്ട് ചെയ്ത് തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സൊക്കെ പഠിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം സുദർശൻ സേതു ആണ്. സുദർശൻ സേതു ഗുജറാത്തിലെ ഓഖ മെയിൻലാൻഡിനെയും ബേറ്റ് ദ്വാരകയെയും ബന്ധിപ്പിക്കുന്ന ഏകദേശം 2.32 കിലോമീറ്റർ നീളമുള്ള ഒരു കേബിൾ പാലമാണ് ഇത്. സുദർശൻ സേതു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലമാണ് സുദർശൻ സേതു, ഗുജറാത്തിലാണ്. ഓക്കെ, അടുത്തത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് 2024 ജൂലൈ 1 മുതലാണ്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, കൊളോണിയൽ കാലഘട്ടത്തിലെ ആദ്യത്തെ ശിക്ഷാ നിയമത്തിന് പകരമായിട്ടാണ് 3 ക്രിമിനൽ നിയമങ്ങൾ, പുതിയ നിയമങ്ങൾ വരുന്നത്. ഏതൊക്കെയാണ്? IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരമായിട്ടാണ് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബിൽ എന്നിവ കൊണ്ടുവരുന്നത്. എന്തൊക്കെയാണ്? ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബിൽ എന്നിവ 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം, അതായത് IPC, അതുപോലെ 1973 ക്രിമിനൽ നടപടി ചട്ടമായിട്ടുള്ള CRPC, 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് 2024 ജൂലൈ 1 മുതൽ. അടുത്തത് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 ജേതാക്കളായത്. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ്. നമ്മൾ ഖേലോ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു? ഷീൻ ഇഷി എന്ന് പറഞ്ഞിട്ടുള്ള സ്നോ ലെപ്പേർഡാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മളെ ചോദ്യം എന്താണ്? ഇവിടെ നമ്മളെ ചോദ്യം എന്ന് പറയുന്നത് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 ജേതാക്കൾ ആരാണ് എന്നുള്ളതാണ്. ജേതാക്കൾ ഇന്ത്യൻ ആർമിയാണ് കേട്ടോ. ഇന്ത്യൻ ആർമി 10 സ്വർണവും 5 വെള്ളിയും 6 വെങ്കലവും നേടിയിട്ടാണ് ഇന്ത്യൻ ആർമി ടീം ഈ ഒരു ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൽ 2024 കിരീടം നേടിയിട്ടുള്ളത്. 10 സ്വർണവും 5 വെള്ളിയും 6 വെങ്കലവും നേടിയിട്ട് ഇന്ത്യൻ ആർമി ടീം ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 വിന്നേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് പമേല അന്ന മാത്യു ആണ്. പമേല അന്ന മാത്യു 2024 പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയ വ്യക്തിയാണ് പമേല അന്ന മാത്യു. സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ ഒരു അവാർഡ് വ്യവസായ വകുപ്പിൻ്റേതാണ്. അത് OEN ഇന്ത്യ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള പമേല അന്ന മാത്യുവിനാണ് ലഭിച്ചിട്ടുള്ളത്. 2.5 ലക്ഷം രൂപയാണ് ഈ ഒരു സമ്മാന തുക വരുന്നത്. ഓക്കെ, സമഗ്ര സംഭാവനയ്ക്ക്, സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് പമേല അന്ന മാത്യു ആണ്. ഇനി കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദിയാണ് കോഴിക്കോട്. ഈ കമ്പനികൾക്ക് അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനും എന്താണ് അവർ ചെയ്യുന്നത് എന്ന് പ്രദർശിപ്പിക്കാനും അത് നിർമ്മാതാക്കൾക്ക്, വിതരണക്കാർക്ക്, ക്ലയൻറ്റുകൾക്ക്, ഉപഭോക്താക്കൾക്ക് എന്നിവരുമായിട്ടൊക്കെ ഒന്ന് നെറ്റ്വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഈ ടെക് എക്സ്പോ നടത്തുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി വരുന്നത് കോഴിക്കോടാണ്. എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം സുദർശൻ സേതു,
പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് 2024 ജൂലൈ 1-ന്. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 ജേതാക്കളായത് ഇന്ത്യൻ ആർമി. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് പമേല അന്ന മാത്യു. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി കോഴിക്കോട്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും നമുക്കൊന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം ഗുജറാത്തിലെ ഓഖ മെയിൻലാൻഡിനെയും ബേത്വാരകയെയും ബന്ധിപ്പിക്കുന്നു നമ്മൾ പറഞ്ഞു. ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം സുദർശൻ സേതു. പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് എന്ന് മുതലാണ്? പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്, പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് 2024 ജൂലൈ 1 മുതൽ. 2024 ജൂലൈ 1 മുതൽ. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 ജേതാക്കളായത്. ഇതോടൊപ്പം തന്നെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ മസ്കോട്ട് എന്താണെന്നും കൂടെ ഒന്ന് റീകളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 ജേതാക്കളായത് ഇന്ത്യൻ ആർമിയാണ്. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? പമേല അന്ന മാത്യു. ലാസ്റ്റ് ചോദ്യം, കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി എവിടെയായിരുന്നു? കോഴിക്കോട്. ഓക്കെ, അടുത്ത സെറ്റ് ചോദ്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ക്ലാസ്. വളരെ കുറച്ച് ചോദ്യങ്ങളെ നമ്മളിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. എല്ലാം പ്രധാനപ്പെട്ടവ തന്നെയാണ്. നമുക്കറിയാം അല്ലേ, PSC ചോദ്യപേപ്പറിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്കറിയാം. ഇവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയാണ് ചോദിക്കുക എന്നുള്ളതൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. എല്ലാവരുടെ പ്രിപ്പറേഷൻ നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. പഠിക്കുക, വീണ്ടും റിവൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.